നിങ്ങളിപ്പോൾ മോട്ടോർ സ്പോർട്സിലേക്ക് ഇറങ്ങുകയാണ്, അതായത് റാലിയിലേക്ക് പോകാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഇതിൽ നമുക്ക് സ്പോക്സ് അല്ല വരുന്നത്, എലോയ്സ് ആണ് വരുന്നത്. അതായത് ഞാനിപ്പോൾ ബ്രാൻഡ് വാല്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യസ് മോസ്റ്റ് ഫേവറേറ്റ് അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർ സൈക്കിൾ ആണ്. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയും. ക്ലച്ച് ഞെക്കാതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾസ്. എന്താണ് ഈ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾസ്? അതായത് ഏതൊരു ബൈക്ക് നമ്മളിപ്പോൾ രണ്ട് ടെറൈൻസിൽ റൈഡ് ചെയ്യാൻ പറ്റിയ, അതായത് ഓൺ റോഡിലും ഓഫ് റോഡിലും റൈഡ് ചെയ്യാൻ പറ്റിയ കേപ്പബിലിറ്റി ഉള്ള ഒരു ബൈക്കിനെയാണ് നമ്മൾ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാടധികം അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. അതായത് ഹൈ ബഡ്ജറ്റ്, മിഡ് ബഡ്ജറ്റ്, പിന്നെയാണ് അഫോർഡബിൾ റേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതേ ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാനും പോകുന്നത്. അതായത് അഫോർഡബിൾ അഡ്വഞ്ചർ ടൂറേഴ്സ് ഇൻ ഇന്ത്യ, അഥവാ ടോപ്പ് 5 ബെസ്റ്റ് അഡ്വഞ്ചർ ടൂറേഴ്സ് ഇൻ ഇന്ത്യ അണ്ടർ 4 lakhs. അപ്പം നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്പർ 5 നമ്മുടെ ലിസ്റ്റിൽ ഏത് വണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് ഹീറോൻ്റെ എക്സ്പൾസ് 200 ആണ്. ഹീറോ എക്സ്പൾസ് 200 2019 ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവുന്നത്. നമ്മൾ ഈ ഒരു ഹീറോ എക്സ്പൾസ് 200 ഒരു ബ്രീഫ് ഹിസ്റ്ററിനെ പറ്റി സംസാരിക്കുകയാണ്. ഹീറോ ഇമ്പൾസ്, അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിരുന്നു ഹീറോ ഇമ്പൾസ്. പക്ഷേ ആ ഒരു വേരിയൻറ്റിൽ ഡ്യൂ ടു ലെസ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒരു 150cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനായിരുന്നു ആ ഒരു വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഡ്യൂ ടു ലെസ് ഡിസ്പ്ലേസ്മെൻറ്റ്, അത് കൂടാതെ തന്നെ ഡ്യൂ ടു ലാക്ക് ഓഫ് മാർക്കറ്റിംഗ്, ആ ഒരു ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റ്സിൽ വളരെയധികം സക്സസ് അല്ലായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഹീറോ ഇന്ത്യയിലേക്ക് എക്സ്പൾസ് 200 ലോഞ്ച് ചെയ്യുന്നത്. ഹീറോ എക്സ്പൾസ് 200 ഇമ്പൾസ് പോലെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഹീറോ ലോഞ്ച് ചെയ്തത് ഒരു അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിളായിട്ടാണ് എക്സ്പൾസിനെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത്. ഹീറോ എക്സ്പൾസിനെ എഞ്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു 199.6cc, അതായത് ഒരു 200cc ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിൻ. അതിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 18.08 PS at 8500 RPM, അതേപോലെ തന്നെ 16.45 Nm ഓഫ് ടോർക്ക് at 6500 RPM. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ സസ്പെൻഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു 37mm ടെലിസ്കോപ്പിക് ഫോക്സും അതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റബിൾ റിയർ മോണോഷോപ്പാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. വീൽസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് പുറകിൽ ഒരു 21-inch സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 18-inch ഫ്രണ്ട് സ്പോക്ക് വീൽസ്. പിന്നെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് കാണാൻ കഴിയുന്നത് വിത്ത് സിംഗിൾ ചാനൽ ABS. ഫീച്ചേഴ്സ് അഥവാ ഡിസൈനിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ് നമുക്ക് ഇവിടെ ഒരു റേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ബീക്ക് കാണാം. ഹൈ മൗണ്ടഡ് എക്സോസ്റ്റ് ആണ് ഈ ഒരു വണ്ടിയിൽ. അതായത് അഡ്വഞ്ചർ ടൂർ മോട്ടോർ സൈക്കിൾസിൽ മോസ്റ്റ്ലി എല്ലാത്തിലും തന്നെ നമുക്ക് ഈ ഒരു ഹൈ മൗണ്ടഡ് എക്സോസ്റ്റ് ആണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ LED ഹെഡ്ലൈറ്റ്സ് ആണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഒരു ബ്ലൂടൂത്ത് എനേബിൾഡ് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ ഒരു USB ചാർജിംഗ് പോയിന്റ്. ഇനി ഈ ഒരു ഹീറോ എക്സ്പൾസ് 200 ഏതൊക്കെ ആൾക്കാരാണ് പ്രിഫർ ചെയ്യേണ്ടത്? അതായത് നിങ്ങളിപ്പോൾ മോട്ടോർ സ്പോർട്സിലേക്ക് ഇറങ്ങുകയാണ്, അതായത് റാലിയിലേക്ക് പോകാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹീറോ എക്സ്പൾസ് 200 നിങ്ങൾക്കൊരു ബിഗിനിങ്ങിലേക്ക് വളരെയധികം നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ഹീറോ മോട്ടോർ കോപ്പ് തന്നെ ഒരു റാലി കിറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ തരാറുണ്ട്. എന്നൊക്കെയാണ് നമുക്ക് ആ ഒരു റാലി കിറ്റിൽ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ, പിന്നെ മാക്സസിൻ്റെ റാലി സ്പെക് ടയേഴ്സ്, ഒരു ഫ്ലാറ്റർ സീറ്റ്സ്, പിന്നെ ഹാൻഡിൽ ബാർ റേസേഴ്സ്. ഇതെല്ലാം നമുക്ക് 38,000 ഹീറോ മോട്ടോകോപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റാലി കിറ്റാണ് എക്സ്പൾസ് 200 വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ മോട്ടോർ സ്പോർട്സിലേക്ക്, അതായത് 2 വീലർ മോട്ടോർ സ്പോർട്സിലേക്ക് ഇറങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണ് ഒരു ബെസ്റ്റ് ബൈക്ക് തന്നെയാണ് ഹീറോ എക്സ്പൾസ് 200. പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഈ ഒരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെന്റ് ലിസ്റ്റിലെ എല്ലാ ബൈക്സിനെക്കാട്ടി ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഈ ഒരു എക്സ്പൾസ് 200. അതായത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1.18 lakhs ആണ്. നമ്പർ 4 നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ അത് BMW G310 GS ആണ്. അതായത് ഇന്ത്യയിൽ BMW-യും TVS-ഉം കൊലാബറേഷൻ ചെയ്തിട്ട് ഇറക്കിയ ഒരു ബൈക്ക് മോഡലാണ് G310. അതായത് G310 GS ഉണ്ട്, അതുപോലെ G310R ഉണ്ട്. G310R ഒരു നേക്കഡ് റേസിംഗ് വേർഷൻ ആണ്. അതേപോലെ തന്നെ G310 GS ഒരു അഡ്വഞ്ചർ ടൂർ മോട്ടോർ സൈക്കിളാണ്. അതായത് BMW-ൻ്റെ ഫസ്റ്റ് സബ് 500cc കാറ്റഗറിയിൽ വരുന്ന ഒരു ബൈക്കാണ് G310 GS, അതേപോലെ തന്നെ G310R. അപ്പം നമുക്കിവിടെ G310 GS പറ്റി സംസാരിക്കാം. അതായത് G310 GS ഇന്ത്യൻ റോഡ്സിലേക്ക് ഹിറ്റ് ചെയ്തത് 2018 എഞ്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു 313cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ 33 bhp at 9250 RPM, പിന്നെ 28 Nm ഓഫ് ടോർക്ക് at 7500 RPM. അതുകൂടാതെ തന്നെ നമുക്കിവിടെ സ്ലിപ്പർ ക്ലച്ചും അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ് പോലെ ഫീച്ചേഴ്സ് ഇവിടെ ഈ ഒരു വണ്ടിയിൽ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ അഥവാ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഓൾ LED ഹെഡ് ലാമ്പ് ആണ് കാണാൻ കഴിയുന്നത് വിത്ത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. 300mm ഡിസ്ക് ആണ് ഫ്രണ്ടിൽ, അതേപോലെ തന്നെ 240mm റോട്ടർ ആണ് ബാക്കിൽ കാണാൻ കഴിയുന്നത് വിത്ത് ഡ്യുവൽ ചാനൽ ABS ഓഫ് കോഴ്സ്.
പിന്നെ സസ്പെൻഷനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു മുമ്പിൽ 41mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കാണാൻ കഴിയുന്നത്. പിന്നെ പുറകിൽ പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക്. ഇനി നമുക്ക് ഈ ഒരു G310GS ഏതൊക്കെ ആൾക്കാരാണ് പ്രിഫർ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇപ്പോൾ ടൂറിംഗ് ആണ് പേർപ്പസ്, അതായത് നിങ്ങൾക്ക് ഒരുപാടധികം അഡ്വഞ്ചർ ഒന്നും ചെയ്യേണ്ട, അപ്പോൾ തീർച്ചയായിട്ടും ഒരു G310 ആണ് നല്ലത്. കാരണം ഇതിൽ നമുക്ക് സ്പോക്സ് അല്ല വരുന്നത്, അലോയ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാടധികം അഡ്വഞ്ചർ, അതായത് ഓഫ് റോഡ് ആക്ടിവിറ്റീസ് ഈ ഒരു വണ്ടിയിൽ നിന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും വലിയൊരു ഡൗൺഗ്രേഡ് ഈ ഒരു ബൈക്കിൻ്റെ എന്താണെന്ന് വെച്ചാൽ പ്രൈസിങ് ആണ്. അതായത് ഞാനിപ്പോൾ ബ്രാൻഡ് വാല്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ BMW ബൈക്ക് വേണം, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും G310GS തന്നെ എടുക്കണം. കാരണം G310GS ഞാൻ വളരെയധികം മോശമാണെന്നല്ല പറയുന്നത്. G310GS നല്ലൊരു ബൈക്കാണ്, പക്ഷെ അതിൻ്റെ പ്രൈസിങ് കാരണമാണ് നമുക്ക് ഈ ഒരു വണ്ടീനെ ഡൗൺഗ്രേഡ് ചെയ്യേണ്ടി വരുന്നത്. മൂന്നാമത്തെ വണ്ടി നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഏതാണെന്ന് വെച്ചാൽ അത് KTM Adventure 250 ആണ്. KTM Adventure 390 ഇന്ത്യയിൽ ലോഞ്ച് ആയതിനു ശേഷം വളരെയധികം സക്സസ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റ്സിൽ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടാണ് KTM Adventure 250 റിലീസ് ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക്. അപ്പോൾ Adventure 250ൻ്റെ എഞ്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 249cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കാണാൻ കഴിയുന്നത്, അതായത് സെയിം ആസ് KTM Duke 250. പിന്നെ നമ്മൾ പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ 30 PS അതേപോലെ തന്നെ 24 Nm ഓഫ് ടോർക്കുമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കാണാൻ കഴിയുന്നത്. KTM Adventure 250ൻ്റെ സസ്പെൻഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നോൺ അഡ്ജസ്റ്റബിൾ USD ഫ്രണ്ട് ഫോക്സ് ആണ് കാണാൻ കഴിയുന്നത്. പിന്നെ പുറകിൽ WP Apex-ന്റെ മോണോഷോക്സ്, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത് വിത്ത് ഡ്യുവൽ ചാനൽ ABS. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ തന്നെ സ്വിച്ചബിൾ ABS. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓൾ ഡിജിറ്റൽ LCD ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു TFT ഡിസ്പ്ലേ അല്ല ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 12V ചാർജിങ് പോർട്ട് കാണാൻ കഴിയും. പിന്നെ നമുക്കിവിടെ LED ഹെഡ്ലൈറ്റ്സ് അല്ല കാണാൻ കഴിയുന്നത്, ഹാലോജൻ ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു 250 അഡ്വഞ്ചർ. ഇനി ഈ ഒരു വണ്ടി ആരൊക്കെയാണ് പ്രിഫർ ചെയ്യേണ്ടതെന്ന് അറിയാം. അതായത് നിങ്ങൾക്കിപ്പോൾ ടൂറിംഗ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവ്, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ പവറും വേണം. അതായത് ഡ്യൂക്കിന്റെ പവറും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കംഫർട്ടബിൾ ആയ ഒരു പൊസിഷനിങ്, അതായത് ഒരു ടൂറിംഗ് പോസ്ചറും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു പാക്കേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരുപാടധികം ഫീച്ചേഴ്സുമാണ് നമുക്ക് ഈ ഒരു KTM Adventure 250 ഓഫർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ടൂറിംഗ് പേർപ്പസിന് വേണ്ടി ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഓഫ് റോഡിങ് ഈ ഒരു വണ്ടിയിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോൾ KTM Adventure 250 2.5 lakhs ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വണ്ടി നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഇന്ത്യസ് മോസ്റ്റ് ഫേവറേറ്റ് അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർ സൈക്കിൾ ആണ്, അതായത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ. ഹിമാലയൻ്റെ ഹിസ്റ്ററിനെ പറ്റി പറയുകയാണ്, അതായത് റോയൽ എൻഫീൽഡ് നോർമലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ബുള്ളറ്റ്സ്, അതായത് സെയിം ചേസിസ്, സെയിം ഡ്രൈവ് ട്രെയിൻ, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് അവർ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 2016 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ക്ലാസ് ആണ് ഈ ഒരു ഹിമാലയൻ ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക് ക്രിയേറ്റ് ചെയ്തത്. ഹിമാലയൻ്റെ എഞ്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ 411cc ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എയർ കോൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് കാണാൻ കഴിയുന്നത്. പിന്നെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുമ്പോൾ 24.8 PS അതേപോലെ 32 Nm ഓഫ് ടോർക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഗിയർ ബോക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. ഫ്രണ്ടിൽ ഒരു 41mm ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് കാണാൻ കഴിയുന്നത് വിത്ത് 200mm ട്രാവൽ. അതേപോലെ തന്നെ പുറകിൽ ലിങ്ക്ഡ് റിയർ മോണോഷോക്ക് വിത്ത് 180mm ട്രാവൽ. ബ്രേക്കിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഇവിടെ 300mm ഫ്രണ്ട് ഡിസ്ക് ആണ്, 240mm ഡിസ്ക് ആണ് ബാക്കിൽ വിത്ത് ഡ്യുവൽ ചാനൽ സ്വിച്ചബിൾ ABS ആസ് സ്റ്റാൻഡേർഡ്. ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഏതൊക്കെ ആൾക്കാരാണ് പ്രിഫർ ചെയ്യേണ്ടത്? ഓഫ് റോഡിംഗ് ആണ്. ഓഫ് റോഡിംഗ് ആണെങ്കിലും ഓൺ റോഡിലാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ടൂറിംഗ് ആണെങ്കിൽ പോലും എന്തുകൊണ്ടും ഈ ഒരു വണ്ടി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വളരെയധികം നല്ലതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ മെയിൻലി ഇതിൽ നമുക്ക് സ്പോക്സ് ആണ് കാണാൻ കഴിയുന്നത്. സ്പോക്സിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഓഫ് റോഡിലാണ്. അപ്പോൾ ഓഫ് റോഡ് കേപ്പബിലിറ്റി നല്ല പോലെയുണ്ട് റോയൽ എൻഫീൽഡ് ഹിമാലയന്. പിന്നെ നമുക്കിവിടെ ഒരു 400cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്രൂസിങ്ങിലും അത്ര അധികം ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പം മെയിൻലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒരുപാടധികം ഫീച്ചേഴ്സ് കാണാൻ കഴിയത്തില്ല. അതായത് നമുക്ക് ഇവിടെ സ്ലിപ്പർ ക്ലച്ച് ആവട്ടെ, ക്യൂക്ക് ഷിഫ്റ്റർ ആവട്ടെ, LED ഹെഡ്ലൈറ്റ്സ്, അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് റൈഡ് കംഫർട്ട്, നിങ്ങൾക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് വേണം, ടൂറിംഗ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കണം, അപ്പോൾ തീർച്ചയായിട്ടും ഹിമാലയൻ തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണ്, BS6 വേരിയൻറ്റ് നമുക്ക് 2.5 lakhs തൊട്ടാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്രൈസ് വരുന്നത്. നമ്പർ 1 നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ അത് KTMൻ്റെ Adventure 390 തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, KTMൻ്റെ Adventure 390 മോസ്റ്റ് ഫീച്ചർ ലോഡഡ് അഡ്വഞ്ചർ ടൂററാണ് ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അണ്ടർ 4 lakh ബാഡ്ജിങ്ങിൽ. 2020 KTM Adventure 390 ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവുന്നത്. അതായത്
KTMന്റെ മെയിൻലി ഹയസ്റ്റ് സെഗ്മെന്റ് ബൈക്സ് ആയിരുന്നു ഉള്ളത്, അതായത് KTM Adventure 1290. അങ്ങനെ ഹയർ ഡിസ്പ്ലേഷൻ അഥവാ ഹൈ ബഡ്ജറ്റ് അഡ്വഞ്ചർ ടൂറേഴ്സ് ആയിരുന്നു KTMന് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. Adventure 390 ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഇതുവരെയും 4 അല്ല 5 lakhs 6 lakhs വരെയുള്ള ഒരു അഡ്വഞ്ചർ ടൂറേഴ്സിന് ഇതേവരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഫീച്ചേഴ്സാണ് KTM Adventure 390 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഒരു വണ്ടിയിൽ എഞ്ചിനെ പറ്റി സംസാരിക്കാം. അതായത് സെയിം എഞ്ചിനാണ്, അതായത് 390 ഡ്യൂക്കിൽ കണ്ടുവരുന്ന പോലത്തെ സെയിം എഞ്ചിൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 373cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. പവർ ഫിഗേഴ്സിനെ പറ്റി പറയുമ്പോൾ 43.5 PS ആണ്, 37 Nm ഓഫ് ടോർക്ക്. പിന്നെ നമുക്കിവിടെ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് കാണാൻ കഴിയുന്നത് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ. അതെ, ഞാൻ പറഞ്ഞല്ലോ ഫീച്ചേഴ്സിൻ്റെ ഒരു ലോഡാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർ സൈക്കിൾസിൽ ആദ്യമായിട്ടാണ് KTM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സസ്പെൻഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇന്ത്യൻ സ്പെക് വണ്ടിയിൽ കാണാൻ കഴിയുന്നത് നോൺ അഡ്ജസ്റ്റബിൾ ഇൻവേർട്ടഡ് ഫ്രണ്ട് ഫോക്ക് ആണ് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പുറകിൽ WP എപെക്സിന്റെ മോണോഷോക്ക് 320mm ഡിസ്ക് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ തന്നെ 230mm ഡിസ്ക് ആണ് ബാക്കിലും വരുന്നത് വിത്ത് ഡ്യുവൽ ചാനൽ ABS വിത്ത് ഓഫ് റോഡ് മോഡ്സ്. അതായത് നമുക്ക് ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും, ABS ഓഫ് ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാം സ്വിച്ചബിൾ ആണ് വരുന്നത്. നമുക്ക് അതായത് ഫുൾ എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ഓഫ് റോഡ് ചെയ്യാനപ്പോഴും ഫുൾ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമുക്ക് ഇത്രയധികം ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് സ്വിച്ചബിൾ ലീൻ ആംഗിൾ സെൻസിറ്റീവ് ട്രാക്ഷൻ കൺട്രോൾ, അതായത് ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് സ്വിച്ചബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഓൾ LED ലൈറ്റിംഗ് സിസ്റ്റം, അതിപ്പോൾ ഹെഡ് ലൈറ്റ്സ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം, ടെയിൽ ലൈറ്റ്സ് എല്ലാം. പിന്നെ എർഗണോമിക്സിനെ പറ്റി സംസാരിക്കുമ്പോൾ അപ്രൈറ്റ് എർഗണോമിക്സ് ആണ്. പിന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ വിൻഡ്ഷീൽഡ്, അത് തീർച്ചയായിട്ടും ഒരുപാട് ബൈക്സിൽ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഫുൾ കളർ TFT സ്ക്രീൻ വിത്ത് സ്മാർട്ട് ഫോൺ പെയറിംഗ് കമ്പാറ്റബിലിറ്റി, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് 12V ചാർജിങ് പോയിന്റ്. അങ്ങനെയുള്ള ഒരുപാടധികം ഹെൽപ്ഫുൾ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വണ്ടി ആരൊക്കെയാണ് പ്രിഫർ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങളിപ്പോൾ ഒരുപാടധികം റൈഡ് ചെയ്യുന്ന ആളാണ്, അതായത് നിങ്ങളിപ്പോൾ ഒരുപാടധികം ടൂർ ചെയ്യുന്നതാണ്, നിങ്ങൾ കുറച്ച് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഫീച്ചേഴ്സ് വൈസ് നോക്കുമ്പോൾ തന്നെയാണ് ഇത് നമുക്ക് ഫസ്റ്റ് റാങ്ക് വന്നേക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ മെയിൻലി എൻ്റെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെയധികം പവർഫുൾ ആയ ഒരു എൻജിൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. അത് നമുക്ക് ഹൈവേസിലൊക്കെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും. ഹൈവേസിൽ മാത്രമല്ല, ഓവറോൾ നമ്മുടെ റൈഡിങ് എക്സ്പീരിയൻസ് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം ഫീച്ചേഴ്സ്. ഒരു ഫീച്ചറിനെ പറ്റി ഞാൻ പറയുകയാണ് ക്വിക്ക് ഷിഫ്റ്റ്. നമ്മളിപ്പോൾ ലോങ് ഹൈവേസിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ച് ഞെക്കാതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എന്തുമാത്രം കൺവീനിയൻ്റ് ആയിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഇവിടെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, ABS സ്വിച്ച് ചെയ്യാൻ പറ്റും, ഒരു ഫുൾ ഡിജിറ്റൽ TFT ഡിസ്പ്ലേ തന്നെയാണ്, നമുക്ക് അവിടെ ഫോൺ പെയർ ചെയ്യാൻ പറ്റും, ഒരുപാടധികം ഇൻഫർമേഷൻ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് KTM Adventure 390 പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോൾ 3.1 lakhs ആണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദ ബെസ്റ്റ് ബൈക്ക് ഇൻ ദിസ് സെഗ്മെന്റ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഈ ഒരു അഫോർഡബിൾ അഡ്വഞ്ചർ ടൂറേഴ്സ് ഇൻ ഇന്ത്യ. ഈ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അതേപോലെയാണ് ഞാൻ നടത്തിയ റിസർച്ച് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ആയിട്ട് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. Thank you so much for watching, guys. Video don't forget to hit that like button and share this to all your friends and family. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ stay tuned and goodbye till then. Take care.